ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിരവധി സ്വപ്നങ്ങളുമായി മറുനാട്ടിലെത്തുമ്പോൾ വഞ്ചിക്കപ്പെട്ടാൽ പ്രവാസികൾ അനുഭവിക്കുന്ന മാനസിക വിഷമം ഇരട്ടിയാണ്. വഞ്ചിക്കപ്പെട്ടു എന്ന വിഷമം അവരെ കടുത്ത നിരാശയിലേക്കും മാനസിക രോഗങ്ങളിലേക്കും നയിച്ചേക്കാം. ഭൂരിഭാഗം പ്രവാസികളും ഗൾഫിലേക്ക് വരുന്നത് കടം വാങ്ങിയോ അല്ലെങ്കിൽ വീടും വസ്തുവും പണയം വെച്ചോ അതുമല്ലെങ്കിൽ സമ്പാദ്യം മുഴുവൻ എടുത്തുകൊണ്ടോ ആയിരിക്കും. ഇത്തരക്കാർ വന്ന് ചാടുന്നത് ചിലപ്പോഴൊക്കെ തട്ടിപ്പ് സംഘങ്ങളുടെ കയ്യിലാകും. വിസ തട്ടിപ്പിന് ഇരയാകുമ്പോൾ ഈ വലിയ തുക നഷ്ടമാവുകയും ചെയ്യും. ഇത് പ്രവാസിയെയും കുടുംബത്തെയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കടക്കെണിയിലേക്ക് തള്ളിവിടുന്നു. ദുബായ് പോലീസ് വർക്ക് വിസ തട്ടിപ്പുകളെക്കുറിച്ച് നൽകുന്ന മുന്നറിയിപ്പ് പ്രവാസികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അതീവ പ്രധാനമാണ്. വിദേശത്ത് ജോലി സ്വപ്നം കാണുന്നവരെ ലക്ഷ്യം വെച്ച് വർദ്ധിച്ചു വരുന്ന വ്യാജ വാഗ്ദാനങ്ങൾക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ, മെസ്സേജിംഗ് ആപ്പുകൾ, അനൗപചാരിക നെറ്റ്വർക്കുകൾ എന്നിവയിലൂടെ തട്ടിപ്പുകാർ ഉദ്യോഗാർത്ഥികളെ ലക്ഷ്യം വെക്കുന്നുണ്ട്. നിയമവിരുദ്ധമായ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്നതിനെതിരെ ജാഗ്രത പാലിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തട്ടിപ്പുകാർ പ്രധാനമായും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളെ സമീപിക്കാറ്. ഉയർന്ന ശമ്പളം, വിസ നടപടികൾ വേഗത്തിലാക്കാം, നേരിട്ടുള്ള നിയമനം തുടങ്ങിയ ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ വിശ്വസിപ്പിക്കും. തുടർന്ന് വിസ ഫീസ് ഇനത്തിലോ അല്ലെങ്കിൽ മെഡിക്കൽ ചിലവുകൾക്കോ എന്ന പേരിൽ വലിയൊരു തുകയാകും ആവശ്യപ്പെടുന്നത്. പണം ലഭിച്ചാലുടൻ ഇവർ അപ്രത്യക്ഷരാവുകയും ചെയ്യും. ഇതാണ് ഇവർ പിന്തുടരുന്ന രീതി. പലപ്പോഴും പ്രമുഖ കമ്പനികളുടെ പേരിൽ വ്യാജ ഓഫർ ലെറ്ററുകളും ഇവർ നിർമ്മിക്കാറുണ്ട്. വർക്ക് വിസകൾ ഔദ്യോഗിക സർക്കാർ ചാനലുകളിലൂടെയോ അല്ലെങ്കിൽ നിയമപരമായി ലൈസൻസിലുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴിയോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് അധികൃതർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.